ഹായ്, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് PLC ഒപ്റ്റോ ഇലക്ട്രോണിക്സ് ആൻഡ് മെഷറിംഗ് എക്യുപ്മെന്റ്സിന്റെ നെക്സ്റ്റ് പാർട്ട് നോക്കാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മൾട്ടിമീറ്റർ അതിൻ്റെ MCQs, ദെൻ CROയുടെ ഹാർട്ടായ CRT കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ബാക്കി CRTനെ കണ്ടിന്യൂ ചെയ്യാം. സോ ദിസ് ഈസ് ദി ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് CRT അല്ലേ. അപ്പോൾ CRTനെ നമ്മൾ മേജറായിട്ട് അതിൻ്റെ പാർട്സിനെ 5ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ഇലക്ട്രോൺ ഗൺ അല്ലേ. ഇലക്ട്രോൺ ഗണ്ണിനെ കുറിച്ച് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇലക്ട്രോൺ ഗൺ എന്ന് പറഞ്ഞാൽ ഒരു ഹൈലി ആക്സിലറേറ്റ് ആയിട്ടുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ബീമിനെ എമിറ്റ് ചെയ്യുന്നതാണ്. ഈ ഇലക്ട്രോൺ ഗണ്ണിനകത്ത് കുറേ സബ് പാർട്സ് ഉണ്ട്. അതാണ് ഹീറ്റർ, കാഥോഡ്, ഗ്രിഡ്, പ്രീ ആക്സിലറേറ്റിംഗ്, ഫോക്കസിംഗ് ആൻഡ് ആക്സിലറേറ്റിംഗ് ആനോഡ്സ്. 3 ആനോഡ്, ഒരു കാഥോഡ്, ദെൻ ഗ്രിഡ്, ദെൻ ഹീറ്റർ, ഇത്രയും ചേർന്നതാണ് ഈ ഇലക്ട്രോൺ ഗൺ എന്ന് പറഞ്ഞാൽ. ഈ കാഥോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോട്ടഡ് വിത്ത് എ ലെയർ ഓഫ് ബേരിയം ഓക്സൈഡ് ആൻഡ് സ്ട്രോൺഷ്യം ഓക്സൈഡ്. അതാണ് അതിനെ ഇൻഡയറക്ട്ലി ഹീറ്റഡ് അറ്റ് മോഡറേറ്റ് ടെമ്പറേച്ചർ. അതുവഴിയാണ് നമുക്ക് ഈ ഹൈ എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് പോസിബിൾ ആവുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ദ ഇലക്ട്രോൺസ് ആഫ്റ്റർ ദിസ് പാസസ് ത്രൂ എ സ്മോൾ ഹോൾ കോൾഡ് കൺട്രോൾ ഗ്രിഡ് വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് നിക്കൽ. അപ്പം ആ ഒരു കാര്യം ഓർത്തിരിക്കുക. അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന അതെന്ന് പറഞ്ഞാൽ നിക്കലാണ്. അപ്പോൾ ഈ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ പാസ് ത്രൂ എ സ്മോൾ ഹോൾ ഇൻ കൺട്രോൾ ഗ്രിഡ്. ഈ കൺട്രോൾ ഗ്രിഡിലുള്ള ഒരു സ്മോൾ ഹോൾ, ഗ്രിഡ് എന്ന് പറഞ്ഞാൽ ഈ ഫിഗറിൽ ഇതാണ് ഗ്രിഡ്. ഈ ഗ്രിഡിലുള്ള ഇതാണ് ഗ്രിഡ്. ഈ ഗ്രിഡിലുള്ള സ്മോൾ ഹോളിൽ കൂടെ എന്താണ്, ഒരു നിക്കൽ സിലിണ്ടർ ആണ് ഈ ഹോൾ എന്ന് പറഞ്ഞാൽ. ഈ നിക്കൽ സിലിണ്ടറിൽ കൂടെയാണ് ഈ ഇലക്ട്രോൺസ് പാസ് ചെയ്യുന്നത്. ആൻഡ് ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഡിപ്പെൻസ് ദി ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രോൺ ബീം. അപ്പോൾ എത്രത്തോളം ഇലക്ട്രോൺസ് ഉണ്ടോ അത്രത്തോളം ഇന്റൻസിറ്റി നമുക്ക് ഉണ്ടായിരിക്കും. So as the name suggests, the control grid, which is negative bias, controls the number of electrons, or indirectly we can say that the intensity of emitted electrons from cathode. അപ്പോൾ ഈ കാഥോഡിൽ നിന്ന് എമിറ്റ് ചെയ്ത ഇലക്ട്രോൺസിന്റെ ഇന്റൻസിറ്റി കൺട്രോൾ ചെയ്യുന്നത് ഈ കൺട്രോൾ ഗ്രിഡ് ആയിരിക്കും. കൺട്രോൾ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു സ്മോൾ ഹോൾ ഉണ്ട് വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് നിക്കൽ സിലിണ്ടർ. അതിലേക്കൂടെ ആയിരിക്കും ഈ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ കൺട്രോൾ ഗ്രിഡിന് ഒരു നെഗറ്റീവ് ബയാസ് ആണ്. Then after passing through the control grid, these electrons are accelerated with the help of pre-accelerating and accelerating anode. അപ്പോൾ ഇതിൻ്റെ ഒരു സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഈ രണ്ട് ആനോഡ്സ് ഉണ്ട്. ദാറ്റ് ഈസ് പ്രീ ആക്സലറേറ്റിംഗ് ആൻഡ് ആക്സലറേറ്റിംഗ് ആനോഡ്. ദെൻ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട കാര്യമാണ് ദ പ്രീ ആക്സലറേറ്റിംഗ് ആൻഡ് ആക്സലറേറ്റിംഗ് ആനോഡ്സ് ആർ കണക്റ്റഡ് ടു എ കോമൺ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഓഫ് 1500 വോൾട്ട്. അപ്പോൾ ഈ ആക്സിലറേറ്റിംഗും പ്രീ ആക്സിലറേറ്റിംഗ് ആനോഡ്സിൽ കണക്ട് ചെയ്തിരിക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഏകദേശം 1500 വോൾട്ട് ആണ്. അപ്പോൾ 3 ആനോഡ് ഉണ്ട്. അതിൽ ഒരെണ്ണമാണ് ആക്സിലറേറ്റിംഗ്, ദെൻ പ്രീ ആക്സിലറേറ്റിംഗ്. ഈ ആക്സിലറേറ്റിംഗ് ആനോഡിലും പ്രീ ആക്സിലറേറ്റിംഗ് ആനോഡിലും കൊടുത്തിരിക്കുന്ന കോമൺ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 1500 വോൾട്ട് ആണ്. ഇനി ഒരു ആനോഡും കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് ഫോക്കസിംഗ് ആനോഡ്. So function of focusing anode is to focus the beam of electrons so produced. ആ ഉണ്ടായ ഇലക്ട്രോൺസിന്റെ ആക്സിലറേറ്റിംഗും പ്രീ ആക്സിലറേറ്റിംഗ് ആനോഡ്സ് ആണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ സ്പീഡ് അല്ലേ, ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്തതിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത് ഈ ആക്സിലറേറ്റിംഗും പ്രീ ആക്സിലറേറ്റിംഗും ആനോഡാണ്. എന്നാൽ ഫോക്കസിംഗ് ആനോഡാണ് എന്ത് ചെയ്യുന്നത്, അതിനെ ഫോക്കസ് ചെയ്യിക്കുന്നത് അല്ലേ. ആ ഒരു ഗ്രിഡിൽ കൂടെ തന്നെ കറക്റ്റായിട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഫോക്കസ് ചെയ്യിക്കുന്നത് ഈ ഫോക്കസിംഗ് ആനോഡാണ്. ദെൻ ഫോക്കസിംഗ് ആനോഡിന്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 500 വോൾട്ടേ ഉള്ളൂ. സോ പ്രീ ആക്സിലറേറ്റിംഗ് ആൻഡ് ആക്സിലറേറ്റിംഗ് ആനോഡ് ആർ കണക്റ്റഡ് ടു എ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഓഫ് 1500 വോൾട്ട് ആൻഡ് ഫോക്കസിംഗ് ആനോഡ് ഈസ് കണക്റ്റഡ് ടു എ വോൾട്ടേജ് ഓഫ് 500 വോൾട്ട്. Then now there are two methods of focusing the electron beam. അപ്പം ഒരു പേരുകൾ മാത്രം ഓർത്തിരിക്കുക. രണ്ട് രീതിയിൽ നമുക്ക് ഫോക്കസിംഗ് പോസിബിൾ ആക്കാം. ഫസ്റ്റ് വൺ ഈസ് അതായത് വരുന്ന ഇലക്ട്രോൺസിനെ നമുക്ക് രണ്ട് രീതിയിൽ ഫോക്കസ് ചെയ്യിക്കാം. ഫസ്റ്റ് വൺ ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോക്കസിംഗ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോക്കസിംഗ്.
അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോക്കസിങ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോക്കസിങ്. ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോക്കസിങ് ആണ് നമ്മൾ ലബോറട്ടറീസിലൊക്കെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാഗ്നറ്റോസ്റ്റാറ്റിക് ഫോക്കസിങ് ആണ് നമ്മൾ പിക്ചർ ട്യൂബ്, ടെലിവിഷൻ പിക്ചർ ട്യൂബിലൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോക്കസിങ് ആണ് ലബോറട്ടറീസിലൊക്കെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മാഗ്നറ്റോസ്റ്റാറ്റിക് ഫോക്കസിങ് ആണ് ടെലിവിഷൻ പിക്ചർ ട്യൂബിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ കമ്പ്യൂട്ടർ CRT, കമ്പ്യൂട്ടറിലുള്ള CRTനകത്ത് ബോത്ത് ഇലക്ട്രോസ്റ്റാറ്റിക് ആൻഡ് മാഗ്നറ്റോസ്റ്റാറ്റിക് ഫോക്കസിങ് ഉണ്ട്. അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോക്കസിങ് കമ്പ്യൂട്ടർ പിക്ചർ CRTക്കകത്തും ഉണ്ട്. 2 തരം ഫോക്കസിങ്ങും അവിടെ ഉണ്ട്. നെക്സ്റ്റ് കുറച്ച് ടേംസും കൂടെ ഉണ്ട്. ദെൻ ഇലക്ട്രോൺ ഗൺ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് അല്ലേ. ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും 2 ടൈപ്പ് ഉണ്ട് ഫിഗറിൽ നിന്ന്. വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റും ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റും. അതിനകത്ത് ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത്, നമ്മൾ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സിലാണ് ടെസ്റ്റ് സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഏത് സിഗ്നലാണ് നമുക്ക് ഡിസ്പ്ലേ ആവേണ്ടത്, ആ സിഗ്നൽ അല്ലെങ്കിൽ ടെസ്റ്റ് സിഗ്നൽ നമ്മൾ കൊടുക്കുന്നത് വെർട്ടിക്കൽ ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ്സിലാണ്. അതുപോലെ ഹൊറിസോണ്ടൽ ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ്സിലാണ് ഒരു സോ ടൂത്ത് വേവ് ഫോം അപ്ലൈ ചെയ്യുന്നത്. ദിസ് വേവ് ഫോം ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ UJT റിലാക്സേഷൻ ഓസിലേറ്റർ. അപ്പോൾ UJT റിലാക്സേഷൻ ഓസിലേറ്റർ ഈ ഇൻബിൽറ്റ് ആയിട്ട് CRTക്കകത്തുണ്ട്. അപ്പോൾ ഈ ഇൻബിൽറ്റ് ആയിട്ട് CRTക്കകത്തുള്ള ഈ ഒരു സോ ടൂത്ത് വേവ് ഫോം, UJT ആണ് സോ ടൂത്ത് വേവ് ഫോം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സോ ടൂത്ത് വേവ് ഫോം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റും, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എപ്പോഴും എവിടെയായിരിക്കും കൊടുക്കുന്നത്, വെർട്ടിക്കൽ ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ്സിലുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സിൽ നിന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ഒരു ഫ്ലൂറസെൻറ്റ് സ്ക്രീൻ ഉണ്ട് അല്ലേ. ഫ്ലൂറസെൻറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ ദ ഫ്രണ്ട് ഓഫ് ദ CRT is called face plate. Some CRT uses face plate made up of fiber optics. Face plate is coated with phosphor added with traces of other elements called activators. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് സ്ക്രീനിൽ നമ്മൾ എന്താണ്, ഫേസ് പ്ലേറ്റിൽ ഫോസ്ഫർ ആഡ് ചെയ്യും വിത്ത് ട്രേസ് എലമെന്റ്സ് ഓഫ് ആക്ടിവേറ്റേഴ്സ്. So light is emitted during phosphor excitation which is known as fluorescence. അപ്പോൾ ഇങ്ങനെ ഫോസ്ഫർ കോട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അവിടെ ഒരു ഫോസ്ഫർ സ്ക്രീൻ എഴുതിയേക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതൊരു ഫ്ലൂറസെൻസ് ഒരു പ്രോപ്പർട്ടി അവിടെ എക്സിബിറ്റ് ചെയ്യും. ദെൻ ഗ്ലാസ് എൻവലപ്പ് ഉണ്ട്. ഗ്ലാസ് എൻവലപ്പ് എന്ന് പറഞ്ഞാൽ the whole CRT parts are enclosed in an evacuated glass envelope that the emitted electrons are able to move about freely from one end of the tube to the other. അപ്പോൾ ഇത് എൻറ്റയർ ആയിട്ടുള്ള ഈ CRTനെ ഒരു ഗ്ലാസ് എൻവലപ്പ് വെച്ചിട്ടാണ് നമ്മൾ കവർ ചെയ്തിരിക്കുന്നത്. അതിലേക്കൂടെ നമുക്ക് ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് കാഥോഡിൽ നിന്ന് ഇങ്ങനത്തെ ഫോസ്ഫറസ് സ്ക്രീൻ വരെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് പോസിബിൾ ആകും. ദെൻ ഇതിനകത്ത് തന്നെ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് അക്വാഡാഗ്. അക്വാഡാഗ് കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ is used to collect the secondary electrons emitted when the electrons strike the screen. Aquadag is an aqueous solution of graphite ആണ്. അപ്പോൾ ആ അക്വാഡാഗിനെ കുറിച്ച് അത് രണ്ടും ഓർത്തിരിക്കുക. അക്വാഡാഗ് എന്ന് പറഞ്ഞാൽ aqueous solution of graphite ആണ്. aqueous solution of graphite ആണ്. അത് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഈ സ്ക്രീനിൽ വന്ന് തട്ടിയിട്ട് തിരിച്ചു പോകുമ്പോൾ, സ്ക്രീനിൽ വന്ന് തട്ടിയിട്ട് കുറച്ച് അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെക്കൻഡറി ഇലക്ട്രോൺസ് നമുക്ക് അവിടെ എമിറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ആ സെക്കൻഡറി ഇലക്ട്രോൺസിനെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ aqueous solution of graphite അല്ലെങ്കിൽ അക്വാഡാഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ CRT ആയിട്ട് റിലേറ്റ് ചെയ്ത് ഓർത്തു വെക്കുക. അപ്പോൾ ഈ നമ്മുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിരിക്കുന്നത് CRT എന്നാണ്. ഇപ്പോൾ CROയുടെ ഹാർട്ടായ CRTയിലെ എല്ലാ ഭാഗങ്ങളെയും കുറിച്ച് ബേസിക് ഒരു ഐഡിയ വേണം. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് നോക്കാം. ഇപ്പോൾ CROയുടെ ഹാർട്ടാണ് CRT. CRTക്കകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോൺ ഗണ്ണുണ്ട്, ദെൻ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് ഉണ്ട്, ദെൻ ഒരു ഫോസ്ഫറസ് സ്ക്രീൻ ഉണ്ട്, ഗ്ലാസ് എൻവലപ്പ് ഉണ്ട്, ദെൻ അക്വാഡാഗ് കോട്ടിംഗ് ഉണ്ട്. ഈ ഇലക്ട്രോൺ ഗണ്ണ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് വരുന്നതാണ് പ്രീ ആക്സിലറേറ്റിംഗ് ആനോഡ്, ദെൻ ഫോക്കസിങ് ആനോഡ്, ആക്സിലറേറ്റിംഗ് ആനോഡ്, കാഥോഡ്, ഗ്രിഡ്, ഇതെല്ലാം ഇലക്ട്രോൺ ഗണ്ണിനകത്ത് വരുന്നതാണ്, ബേസ് എല്ലാം ഇല്ലേ. ദെൻ
അക്വാഡാഗ് കോട്ട്. ദെൻ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സിനകത്ത് വരുന്നതാണ് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സും ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ്. ദെൻ അക്വാഡാഗ് ഫോസ്ഫർ സ്ക്രീൻ. അപ്പോൾ ഇനി ഇലക്ട്രോൺ ഗണ്ണിൽ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ, കാഥോഡ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനെ ഇൻഡയറക്റ്റ് ആയിട്ട് ഹീറ്റ് ചെയ്യും. കാഥോഡ് ഈസ് കോട്ടഡ്. കാഥോഡ് എന്ന് പറഞ്ഞാൽ ഹാസ് എ ലെയർ ഓഫ് ബേരിയം ആൻഡ് സ്ട്രോൺഷ്യം ഓക്സൈഡ് ആണ്. പിന്നെന്താണ്, ഈ ഇലക്ട്രോൺസ് ഒരു നിക്കൽ സിലിണ്ടർ കൂടെയാണ്, ഗ്രിഡിൻ്റെ ഇടയിലുള്ള ഒരു നിക്കൽ സിലിണ്ടറിക്കൽ ഹോളിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്തിട്ട് പോകുന്നത്. പിന്നെ അതിൻ്റെ മൂവ്മെൻറ്റ് ആക്സലറേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു പ്രീ ആക്സലറേറ്റിംഗും ആക്സലറേറ്റിംഗ് ആനോഡും ഉണ്ട്, connected to a 1500 volt potential and a focusing anode to focus the electrons, and which is connected to 500 volt. ഇത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തിരിക്കുക. ദെൻ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സിൽ ഓർക്കേണ്ടത്, ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സിൽ ഒരു സോ ടൂത്ത് വേവ് ഫോം ആണ്. അത് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഇൻബിൽറ്റ് ആയിട്ടുള്ള CRTക്കകത്ത് തന്നെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു UJT റിലാക്സേഷൻ ഓസിലേറ്റർ വഴിയാണ്. ദെൻ നമുക്ക് മെഷർ ചെയ്യേണ്ട അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യേണ്ട വേവ് ഫോം നമ്മൾ കൊടുക്കുന്നത്, ഇൻപുട്ട് കൊടുക്കുന്നത് വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സിലാണ്. ദെൻ ഓർക്കേണ്ടത് ഒരു ഫ്ലൂറസെൻറ്റ് സ്ക്രീൻ അല്ലെങ്കിൽ ഒരു ഫോസ്ഫറസ് കോട്ടഡ് സ്ക്രീൻ ഉണ്ട്, വിച്ച് എക്സിബിറ്റ്സ് ദ പ്രോപ്പർട്ടി ഓഫ് ഫ്ലൂറസെൻസ്. ദെൻ ഒരു അക്വാഡാഗ് കോട്ടിംഗ് ഉണ്ട്, which main function is to collect the secondary emitted electrons after striking the screen. ഇപ്പോൾ സ്ക്രീനിൽ സ്ട്രൈക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് എമിറ്റ് ചെയ്യുന്ന സെക്കൻഡറി ഇലക്ട്രോൺസിനെ കളക്ട് ചെയ്യാനായിട്ട് അക്വ സൊല്യൂഷൻ ഓഫ് ഗ്രാഫൈറ്റ് ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് അക്വാഡാഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ CRTയുടെ ബേസിക് ഫിഗറിൽ നിന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഈസ് ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റി ഓഫ് CRO. അപ്പോൾ ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റി ഓഫ് CRO എന്ന് പഠിക്കുമ്പോഴത്തേക്കും അതിനകത്തൊരു ബേസിക് ഒരു ഇക്വേഷൻ ഉണ്ട് ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റിയുടെ. ആ ഇക്വേഷൻ ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുക. അപ്പോഴത്തേക്കും ഇതിനകത്ത് കുറച്ച് ടേംസ് ഉണ്ട്, ക്യാപിറ്റൽ D, സ്മോൾ LD, അതുപോലെ സ്മോൾ d. ഈ ടേംസ് ഒക്കെ എന്താണെന്നൊന്ന് നോക്കി വെക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബീം വന്നിട്ട് നമ്മുടെ ആ സ്ക്രീനിൽ വന്ന് പതിക്കുമ്പം ആ ഒരു പാറ്റേൺ ആണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഡിഫ്ലക്ഷൻ്റെ ഒരു പാറ്റേൺ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം അതിനകത്ത് ആ സ്ക്രീനിൽ തട്ടുമ്പോൾ ആണ് D. D is the deflection of electron beam on the screen in y direction. അപ്പോൾ D is the capital D is the deflection of electron beam on the screen in y direction. Capital D is the deflection of electron beam on the screen in y direction. Then small d. Small d ആണ് ഈ ഒരു ഡിസ്റ്റൻസ് കാണിച്ചിരിക്കുന്നത്, ഈ ഒരു ഡിസ്റ്റൻസ്. It is a distance between the deflecting plates. അപ്പോൾ distance between the deflecting plates, രണ്ട് deflecting plates ഉണ്ട് അല്ലേ, ആ രണ്ട് ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ്സിന് ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ d. സോ d is the distance between the deflecting plates. Then ഈ LD എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ളതാണ്, സോ ദാറ്റ് ഈസ് എ ലെങ്ത് ഓഫ് ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ്സ്. ഈ ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ്സിന്റെ ലെങ്ത് ആണ് എന്ത്, LD. അപ്പോൾ ഈ ഒരു ടേംസും ക്ലിയർ ആയിരിക്കണം. ക്യാപിറ്റൽ D എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻ of electron beam on the screen in y direction. Small d is the distance between the deflecting plates, and LD is the length of the deflecting plates. Next ഒരു term ആണ് എന്ത്, ക്യാപിറ്റൽ L അല്ലേ. ക്യാപിറ്റൽ L എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആ ഫിഗറിൽ നിന്ന് തന്നെ ഉണ്ട് അല്ലേ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സ്ക്രീൻ ആൻഡ് ദി സെൻറ്റർ ഓഫ് ദി ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ്സ്. ഈ സ്ക്രീനിൽ നിന്ന് ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ്സിന്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്, ക്യാപിറ്റൽ L. ക്യാപിറ്റൽ L is the distance between the screen and the center of the deflecting plates. ഈ ഒരു ഇത്രയും ടേംസ് വെച്ചിട്ട് നമുക്ക് ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റിയുടെ ഇക്വേഷൻ ഒന്ന് നോക്കാം. സോ ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റി D/E. സോ ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റി D/E ഈക്വൽ ടു, അപ്പം നമ്മൾ ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന S എന്നാണ്. S ഈസ് ഈക്വൽ ടു D/E എന്നാണ്, where E is the voltage of free accelerating anode. So നമുക്ക് D/E ഈക്വൽ ടു L into LD by 2DE ആണ്. അപ്പം ആ ഒരു
ഇക്വേഷൻ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റിയുടെ ഇക്വേഷൻ ആണ്. ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റി ഈസ് D/E. E എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആണ്. സോ D/E ഈക്വൽ ടു LLD. നമ്മൾ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് L സഫിക്സ് D എന്നാണ്. സോ LLD/2DE. ഇതാണ് റിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റി. അതിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ വോൾട്ട് ആയിരിക്കും. D/E അല്ലേ, D എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഓൺ ദ സ്ക്രീൻ, ആ ഡിസ്റ്റൻസ് ആണ്. അപ്പം D മീറ്റർ പെർ, E എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആണ്. സോ മീറ്റർ പെർ വോൾട്ട്. അപ്പം മീറ്റർ പെർ വോൾട്ട് ആണ് ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റിയുടെ യൂണിറ്റ്. അതിൻ്റെ ഇക്വേഷൻ D/E ഈക്വൽ ടു എന്താണ്, LLD/2DE. ഓക്കെ, ഇതിനകത്ത് ഓരോ ടേമും നമുക്കറിയാം. L എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ക്രീൻ ആൻഡ് ദി സെൻറ്റർ ഓഫ് ദി ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ്സ്. LD എന്ന് പറഞ്ഞാൽ length of the deflecting plates. Small d is the distance between the deflecting plates and E is the voltage. Okay. ഇത് കുഞ്ഞ് ഇക്വേഷൻ വെച്ചിട്ട് സിമ്പിളായിട്ട് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഈ ഇക്വേഷൻസ് എന്തായാലും ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. വിച്ച് ഈസ് ദി ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റി ഇക്വേഷൻ ഓഫ് എ CRT. So it is defined as the deflection sensitivity is defined as deflection of the screen per unit deflection voltage. But deflection of the screen per unit deflection voltage ആണ് എന്തെന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റി. അപ്പം ക്വസ്റ്റ്യനകത്ത് E എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻ വോൾട്ടേജ് എന്ന് തന്നിരിക്കും. ബാക്കി എല്ലാ വാല്യൂസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സെൻസിറ്റിവിറ്റി കണ്ടുപിടിക്കാം. അതിൻ്റെ യൂണിറ്റും കൂടെ ഓർത്ത് വെക്കുക, മീറ്റർ പെർ വോൾട്ട്. So this is the basic block diagram of a cathode ray oscilloscope. അപ്പോൾ cathode ray oscilloscope നമ്മുടെ ബേസിക് ആയിട്ടുള്ള അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം ആണിത്. നമുക്കറിയാം അതിനകത്തൊരു CRT ഉണ്ട്. അതുകൂടാതെ ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ ഉണ്ട്, ദെൻ വെർട്ടിക്കൽ ആംപ്ലിഫയർ ഉണ്ട് അല്ലേ. ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ടൈം ബേസ് ജനറേറ്റർ ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴാണോ ഇൻപുട്ട് കൊടുക്കുന്നത്, ഇൻപുട്ട് കൊടുക്കുമ്പോൾ എന്താണ്, ഇൻപുട്ട് നമ്മൾ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സിലാണ് കൊടുക്കുന്നത് അല്ലേ, അതായത് വെർട്ടിക്കൽ ആംപ്ലിഫയറിലേക്കാണ് കൊടുക്കുന്നത്. എന്നിട്ട് അതാണ് നമുക്ക് CRTയുടെ 2 പ്ലേറ്റ്സിലേക്കും കൊടുക്കുന്നത്. അപ്പോൾ എന്താണ്, ഈ ഇൻപുട്ട് വരുമ്പം തന്നെ ഇവിടെ എന്ത് ചെയ്യും, ഒരു ട്രിഗർ സർക്യൂട്ട് ഉണ്ട്. വെർട്ടിക്കൽ ആംപ്ലിഫയർ ഈ ട്രിഗർ സർക്യൂട്ടിലേക്ക് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇൻപുട്ട് സിഗ്നൽ വരുമ്പോൾ മാത്രമേ ടൈം ബേസ് ജനറേറ്റർ അല്ലെങ്കിൽ UJT റിലാക്സേഷൻ ഓസിലേറ്റർ ഒരു സോട്ടൂത്ത് വേവ് ഫോം പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. ഈ സോട്ടൂത്ത് വേവ് ഫോം എങ്ങോട്ടേക്ക് പ്രൊഡ്യൂസ് ചെയ്യും, ഈ ഹൊറിസോണ്ടൽ ആംപ്ലിഫയറിലേക്ക് കൊടുക്കും. അപ്പം ഈ ഒരു ടൈം ഡിലേ ഇവിടെ നമുക്ക് ഈ ഫാസ്റ്റ് ആയിട്ട് ഇലക്ട്രോൺ ബീംസ് ഇവിടെ കിട്ടുന്നത് ഇവിടെ ഒരു ഡിലേ കൊടുത്തിട്ടാണ് വെർട്ടിക്കൽ ആംപ്ലിഫയർ ഇവിടെ എത്തുന്നത്. അതായത് ഈ ഒരു പ്രോസസ്സ് ഇവിടെ ട്രിഗർ കിട്ടി, ഈ ടൈം ബേസ് ജനറേറ്റർ കറസ്പോണ്ടിങ് ആയിട്ടൊരു സോട്ടൂത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന സമയം ഇതിന് ശേഷം മാത്രം നമുക്ക് ഇൻപുട്ട് വന്നാൽ മതി വെർട്ടിക്കൽ ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ്സിൽ. അതുകൊണ്ട് അവിടെ ഒരു എന്തും കൂടെ കൊടുക്കും, ഒരു ഡിലേ ലൈനും കൂടെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇൻപുട്ട് നമ്മൾ വെർട്ടിക്കൽ ആംപ്ലിഫയറിൽ കൊടുത്തു, ഡിലേ ലൈൻ വഴി വെർട്ടിക്കൽ പ്ലേറ്റ്സിലേക്ക് കൊടുത്തു. ഇൻപുട്ട് വന്നതെന്ന് അറിയിക്കാനായിട്ട് നമ്മൾ ട്രിഗർ സർക്യൂട്ട് വെച്ചിട്ടുണ്ട്. ആ ട്രിഗർ സർക്യൂട്ട് ഇൻപുട്ട് വന്നതിന് ശേഷമേ ഈ ടൈം ബേസ് ജനറേറ്ററിനെ ട്രിഗർ ചെയ്യത്തുള്ളൂ. അതിനുശേഷം കറസ്പോണ്ടിങ് ഒരു സോട്ടൂത്ത് വേവ് ഫോം ജനറേറ്റ് ചെയ്യും. ആ സോട്ടൂത്ത് വേവ് ഫോം ഒരു ഹൊറിസോണ്ടൽ ആംപ്ലിഫയർ സർക്യൂട്ടിലോട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, നമുക്ക് ഇൻപുട്ടിന് അനുസൃതമായിട്ട് ഇവിടെ എന്താണ്, ഒരു ഇലക്ട്രോൺ ഗണ്ണുണ്ട്, അവിടെ ഒരു ഫോക്കസ് ഇലക്ട്രോൺ ബീം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ ഇലക്ട്രോൺ ബീമിൻ്റെ മൂവ്മെന്റ് അനുസരിച്ചാണ് നമ്മുടെ ഈ സ്ക്രീനിൽ എന്ത് വേവ് ഫോം ആണെന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ആ മൂവ്മെന്റ് കൺട്രോൾ ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു സോട്ടൂത്ത് വേവ് ഫോം കൊടുക്കുന്നത്. ഈ സോട്ടൂത്ത് വേവ് ഫോമിൻ്റെ കൺട്രോളിങ് ആക്ഷൻ വഴി നമ്മുടെ ഇൻപുട്ട് എന്ത് സിഗ്നൽ ആണോ കൊടുക്കുന്നത് ആ സിഗ്നലിൻ്റെ അതേ ആകൃതിയിൽ തന്നെ നമ്മുടെ ഈ ഇലക്ട്രോൺ ബീംസ് അതിനെ അങ്ങോട്ട് നമ്മുടെ സ്ക്രീനിലോട്ട് ട്രേസ് ചെയ്യിക്കും. അതാണ് ആക്ച്വലി ഈ CROയിൽ നമ്മൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ദെൻ ഇവിടെ നമുക്ക് ഹൈ വോൾട്ടേജ് സപ്ലൈ ഉണ്ട് CRTക്ക് വേണ്ടിയിട്ട്, ലോ വോൾട്ടേജ് സപ്ലൈ ടു ആംപ്ലിഫയർ ആൻഡ് സ്വീപ്പ് സർക്യൂട്ട്. അപ്പോൾ ഇത്രയാണ് ബേസിക് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ കാഥോഡ് റേ ഓസിലോസ്കോപ്പ്.
അപ്പോഴത്തേക്കും ഇതിനകത്ത് നമ്മൾ ഹൊറിസോണ്ടൽ സോ ടൂത്തും ഇൻപുട്ടിൽ വരുന്ന സിഗ്നലും കൂടെ വെച്ചിട്ട് നമ്മുടെ ആ ഇലക്ട്രോൺ ബീമിൻ്റെ ഈ സോ ടൂത്ത് വേവ് ഫോംസ് ഉപയോഗിച്ചിട്ട് ആ ഇലക്ട്രോൺ ബീമിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഇൻപുട്ട് വേവ് ഫോം വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമുക്ക് സ്ക്രീനിൽ ആ പാറ്റേൺ ഡിസ്പ്ലേ ചെയ്യിക്കുന്നത്. സോ ദിസ് ഈസ് ദി ബേസിക് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് എ കാഥോഡ് റേ ഓസിലോസ്കോപ്പ്. അതിനകത്തുള്ള ഹാർട്ടാണ് എന്ത്, കാഥോഡ് റേ ട്യൂബ്. ഈ കാഥോഡ് റേ ട്യൂബിലെ കമ്പോണൻസും കാര്യങ്ങളും അതിൻ്റെ ഡിഫ്ലക്ഷൻ സെൻസിറ്റിവിറ്റി എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇത്രയാണ് CROയിൽ നിന്ന് നമുക്ക് നോക്കിക്കൊണ്ട് പോകാനുള്ളത്. നമുക്ക് CRO ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് MCQസും കൂടെ ഡിസ്കസ് ചെയ്യാം. MCQs നോക്കുന്നതിന് മുമ്പ് പിന്നെ CRO ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ചൊരു ടേം ആണ് ലൈസാജസ് പാറ്റേൺ അല്ലെങ്കിൽ ലിസാജസ് പാറ്റേൺ. അപ്പോൾ ലിസാജസ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ when both pairs of deflection plates, that is horizontal deflection plates and vertical deflection plates of CRO are connected to two sinusoidal voltages, the patterns appear at CRO screen are called Lysage's pattern. അതായത് നമ്മൾ CROയുടെ ഹൊറിസോണ്ടൽ ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ്സിലും വെർട്ടിക്കൽ ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ്സിലും രണ്ട് സിനുസോയിഡൽ വോൾട്ടേജസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ CROയുടെ സ്ക്രീനിൽ അപ്പിയർ ചെയ്യുന്ന ഒരു പാറ്റേണിന് വിളിക്കുന്ന പേരാണ് എന്ത്, Lysage's pattern. Okay, our definition important ആണ്. When both pairs of deflection plates of CRO are connected to two sinusoidal voltages, the patterns appear at CRO screen are called Lysage's pattern. അപ്പോൾ Lysage's pattern പ്രധാനമായിട്ടും രണ്ട് ആപ്ലിക്കേഷൻ ആണ് to analyze the signals. ഇനി അനാലിസിസ് ഓഫ് സിഗ്നൽസിൽ Lysage's pattern വെച്ചിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് എപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ടു കാൽക്കുലേറ്റ് ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു സിനുസോയിഡൽ സിഗ്നൽസ് ഹാവിങ് സെയിം ഫ്രീക്വൻസി. അപ്പം നമുക്ക് രണ്ട് സിഗ്നൽ കൊടുക്കാമെന്ന് പറഞ്ഞു. ആ രണ്ട് സിഗ്നലിൻ്റെയും ഫേസ് ഡിഫറൻസ് നമുക്ക് ഈ ലിസാജസ് പാറ്റേൺ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ടു ഡിറ്റർമിൻ ദ റേഷ്യോ ഫ്രീക്വൻസീസ് ഓഫ് സിനുസോയിഡൽ സിഗ്നൽസ് അപ്ലൈ ടു ദി വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ്സ്. അപ്പം നമ്മൾ വെർട്ടിക്കൽ ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ്സിലും ഹൊറിസോണ്ടൽ ഡിഫ്ലക്റ്റിംഗ് പ്ലേറ്റ്സിലും അപ്ലൈ ചെയ്ത സിഗ്നൽസിൻ്റെ ഫ്രീക്വൻസി റേഷ്യോയും നമുക്ക് ലിസാജസ് പാറ്റേൺ വഴി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആ രണ്ട് ആപ്ലിക്കേഷനാണ് നമ്മൾ ലിസാജസ് പാറ്റേൺ കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കേ, there are two cases to determine the phase difference phi between two signals applied to horizontal and vertical plates. അപ്പോൾ നമുക്ക് രണ്ട് കേസസ് ആണ് ലിസാജസ് പാറ്റേൺ വെച്ചിട്ട് ഫേസ് മെഷർ ചെയ്യാനുള്ളത്. കേസ് 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ആംഗിൾ 0ക്കും 90 ഡിഗ്രിക്കും ഇടയ്ക്കോ അല്ലെങ്കിൽ 270ക്കും 360ക്കും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലിസാജസ് പാറ്റേൺ കണ്ടുപിടിക്കാൻ ആ ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് സൈൻ ഇൻവേഴ്സ് x1 by x2 ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് y1 by y2. ഒന്നുകിൽ എക്സ് ആക്സിസിലെ വാല്യൂസിന്റെ റേഷ്യോ എടുക്കുക എന്നിട്ട് സൈൻ ഇൻവേഴ്സ് എടുക്കുക, അല്ലെങ്കിൽ y ആക്സിസിലെ റേഷ്യോ എടുത്തിട്ട് സൈൻ ഇൻവേഴ്സ് എടുക്കുക. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ ഫിഗർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് സ്ക്രീനിൽ ലിസാജസ് പാറ്റേൺ ഡിസ്പ്ലേ ആവുന്നത് അല്ലേ. അപ്പോൾ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ്, ഇത് സെക്കൻഡ് ക്വാഡ്രന്റ്, ഇത് തേർഡ്, ഇത് ഫോർത്ത് അല്ലേ. ഫസ്റ്റ് ക്വാഡ്രന്റിൽ 0 to 90 വരാണ്. ദെൻ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് ബാക്കി അല്ലേ, 90 to 180, then third quadrant remaining, then fourth quadrant up to 360. അപ്പോൾ നമുക്ക് ഈ 0 to 90 അല്ലെങ്കിൽ 270 and 360 ഇടയ്ക്കാണ് നമ്മുടെ വാല്യൂസ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ലിസാജസ് പാറ്റേൺ വഴി നമുക്ക് ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് phi equal to sin inverse x1 by x2 equal to sin inverse. ഇപ്പോൾ x1ന്റെ വാല്യൂ എത്രയാണ്, ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ x1ന്റെ ഈ ലൊക്കേഷൻ x1 എന്നുള്ള മാർക്ക് ചെയ്തിട്ടുണ്ട്. x1 എന്ന് പറഞ്ഞാൽ 2.25 ആണ്. x2 മാർക്ക് ചെയ്തിരിക്കുന്നത് 4.5 അപ്പോഴത്തേക്ക് നമുക്ക് x1 by x2 എന്നുള്ള റേഷ്യോ എന്ത് വരും, 2.25 by 4.5, ദാറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് 1/2, ദാറ്റ് ഈസ് 30 ഡിഗ്രി. അപ്പോൾ നമുക്ക് നമ്മൾ അപ്ലൈ ചെയ്ത രണ്ട് സിഗ്നൽ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ഒന്നുകിൽ 30 ഡിഗ്രി ആവാം, അല്ലാന്നുണ്ടെങ്കിൽ 360 മൈനസ് 30 ആവാം, ദാറ്റ് ഈസ് 330 ഡിഗ്രി. ഈ രണ്ട് പോസിബിലിറ്റി ആണ് നമുക്കുള്ളത്. അപ്പോൾ ആ വാല്യൂ കണ്ടില്ലേ, ഒന്ന് 0ക്കും 90ക്കും ഇടയ്ക്കുള്ള വാല്യൂ, അടുത്തത് 270ക്കും 360ക്കും ഇടയ്ക്കുള്ള വാല്യൂ. അങ്ങനെയാണ് അത് നമ്മൾ
ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ കേസ് 1 എന്ന് പറഞ്ഞാൽ നമുക്ക് 0ക്കും 90ക്കും ഇടയ്ക്കും അല്ലെങ്കിൽ 270 360 ഡിഗ്രിക്ക് ഇടയ്ക്കുള്ള ആംഗിൾ മെഷർ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് കേസ് 2 എന്ന് പറഞ്ഞാൽ വെൻ 5 ബിറ്റ്വീൻ 90 ആൻഡ് 180 ആൻഡ് 180 ആൻഡ് 270. അപ്പം നമ്മുടെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 90ക്കും 180ക്കും 180ക്കും 270ക്കും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ 5 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 180 മൈനസ് സൈൻ ഇൻവേഴ്സ് x1 by x2. അപ്പോൾ ഈ ഒരു പൊസിഷനിലാണ് നമ്മുടെ ലിസാജസ് പാറ്റേൺ വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒന്നുകിൽ ഈ ഒരു അലൈൻമെൻറ്റ് അല്ലേ, അല്ലെങ്കിൽ ഈ ഒരു അലൈൻമെൻറ്റ്, ഈ രണ്ട് രീതിയാണുള്ളത്. അപ്പോൾ കേസ് 1 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഡയറക്റ്റ് സൈൻ ഇൻവേഴ്സ് x1 by x2 എടുത്താൽ മതി, അല്ലെങ്കിൽ സൈൻ ഇൻവേഴ്സ് y1 by y2. ഈ ഒരു രീതിയിലാണ് നമ്മുടെ അലൈൻമെന്റ് എന്നുണ്ടെങ്കിൽ 180 എന്ന് കുറയ്ക്കണം. സോ 180 മൈനസ് സൈൻ ഇൻവേഴ്സ് x1 by x2 ഓർ 180 മൈനസ് സൈൻ ഇൻവേഴ്സ് y1 by y2. നമ്മുടെ തന്നിരിക്കുന്ന ഫിഗറിൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ x1 മൈനസ് 2.25ഉം ആ വാല്യൂ മാത്രം എടുത്താൽ മതി. അപ്പം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2.25, x2 എന്ന് പറഞ്ഞാൽ 4.5. അപ്പം ആ റേഷ്യോ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് again 180 മൈനസ് 30 ഡിഗ്രി ദാറ്റ് ഈസ് 150 ഡിഗ്രി കിട്ടും. അതുപോലെ തന്നെ 5' മറ്റൊരു ആംഗിൾ എന്ന് പറഞ്ഞാൽ 360 മൈനസ് 5 ദാറ്റ് ഈസ് 360 മൈനസ് 150 ദാറ്റ് ഈസ് 210 ഡിഗ്രി. അപ്പോൾ രണ്ട് പോസിബിലിറ്റി ആണ് ലിസാജസ് പാറ്റേണിൻ്റെ ഫേസ് ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട്. ഫസ്റ്റ് ഈ ഒരു രീതിയിൽ വരാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് സൈൻ ഇൻവേഴ്സ് x1 by x2 സൈൻ ഇൻവേഴ്സ് y1 by y2 എടുത്താൽ മതി. അതുപോലെ ഈ ഒരു പൊസിഷനിലാണ് നമ്മുടെ ലിസാജസ് പാറ്റേൺ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ 180 എന്ന് കുറയ്ക്കുക, 180 മൈനസ് സൈൻ ഇൻവേഴ്സ് x1 by x2 ഓർ 180 മൈനസ് സൈൻ ഇൻവേഴ്സ് y1 by y2 ആയിരിക്കും. ദെൻ അതിൻ്റെ വേറൊരു ആംഗിൾ കണ്ടുപിടിക്കാൻ 360 എന്ന് അത് മൈനസ് ചെയ്യുക. അപ്പോൾ ആ രണ്ട് പോസിബിലിറ്റീസ് ആണ് അവിടെ ഉള്ളത്. ദെൻ നമുക്ക് റേഷ്യോ ഓഫ് ഫ്രീക്വൻസീസ് ലിസാജസ് പാറ്റേൺ വെച്ചിട്ട് നമുക്ക് റേഷ്യോ ഓഫ് ഫ്രീക്വൻസീസ് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ to determine the ratio of frequencies of signal by using the Lysage's pattern, simply draw arbitrary horizontal and vertical line on Lysage's pattern intersecting the Lysage's pattern. അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും ഇതിനകത്ത് ലിസാജസ് പാറ്റേണിൽ കറസ്പോണ്ടിങ് ലൈൻസ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് എത്ര ടാൻജൻസീസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. ആ ടാൻജൻസീസ് വെച്ചിട്ടാണ് ആ ഫ്രീക്വൻസി റേഷ്യോ ഡിറ്റർമിൻ ചെയ്യുന്നത്. So count the number of horizontal and vertical tangencies by Lysage's pattern with this horizontal and vertical line. ആ ഹൊറിസോണ്ടൽ ലൈനും വെർട്ടിക്കൽ ലൈനും വെച്ചിട്ട് എത്ര ടാൻജൻസീസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്രീക്വൻസി റേഷ്യോ കണ്ടുപിടിക്കാം. അപ്പോൾ ആ ഒരു ഇക്വേഷനാണ് ദ റേഷ്യോ ഓഫ് ഫ്രീക്വൻസീസ് ഓഫ് സിഗ്നൽസ് അപ്ലൈഡ് ടു ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് ഈസ് ഗിവൺ ബൈ ഒമേഗ വൈ ബൈ ഒമേഗ എക്സ് ഈക്വൽ ടു എഫ് ബൈ വൈ എഫ് എക്സ് അല്ലേ. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് ഇൻ്റർസെക്ഷൻസ് ഓഫ് Lysage's pattern with the horizontal line divided by number of intersection of Lysage's pattern with the vertical line ആണ് ഇവിടെ. ഒരിടത്ത് ഹൊറിസോണ്ടലും ഒരിടത്ത് വെർട്ടിക്കൽ. സോ വെർട്ടിക്കൽ ലൈൻ or fy by fx is equal to number of horizontal tangencies-നെ fy വെച്ചിട്ടും vertical tangencies-നെ fx വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ horizontal tangencies, number of horizontal tangencies by number of vertical tangencies. അപ്പോൾ സെക്കൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ലിസാജസ് പാറ്റേൺ ആണ് എന്ത്? ഈ ഫ്രീക്വൻസി റേഷ്യോ ഡിറ്റർമിനേഷൻ. അപ്പോൾ ആ ഫിഗർ നോക്കിക്കേ. ഈ ഫിഗറിനകത്ത് നമുക്ക് രണ്ട് സിഗ്നൽസ് ഉണ്ട്, എഫ് എക്സും എഫ് ഐയും. അതായത് രണ്ട് സിനുസോയിഡൽസ് നമ്മൾ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലും ഹൊറിസോണ്ടൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റിലുമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് കറസ്പോണ്ട് നമുക്ക് CROയിൽ ഡിസ്പ്ലേ ചെയ്ത ഒരു സ്ക്രീനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ സ്ക്രീനിൽ നിന്ന് ഈ രണ്ട് സിഗ്നൽസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി റേഷ്യോ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് വി ഹാവ് ടു ഫൈൻഡ് എഫ് ബൈ ബൈ എഫ് എക്സ്. എഫ് ബൈ ബൈ എഫ് എക്സ് എന്നുള്ള റേഷ്യോ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? നമ്പർ ഓഫ് ഹൊറിസോണ്ടൽ ടാൻജൻസീസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വെർട്ടിക്കൽ ടാൻജൻസീസ്. ഹൊറിസോണ്ടൽ ടാൻജൻസീസ് കണ്ടുപിടിക്കാനായിട്ട് ഈ ഇതിനകത്തൂടെ നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ അങ്ങ് വരയ്ക്കുക. ലിസാജസ് പാറ്റേണിൽ മാക്സിമം പോയിന്റ്സ് ലൈനിൽ കവർ ചെയ്യുന്ന രീതിയിൽ വേണം എപ്പോഴും വരയ്ക്കാൻ. ഈ സെൻട്രൽ പോയിന്റിൽ കൂടെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് 1, 2, 3 പോയിന്റ്സിൽ മാത്രമേ കവർ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിനേക്കാൾ കൂടിയ പോയിന്റ്സിൽ കവർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഇവിടെയോ ഒക്കെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് 4 പോയിന്റ്സിൽ കൂടെ
ലൈൻസ് ക്രോസ് ചെയ്യും അല്ലേ? അപ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ടൊരു ലൈൻ വരയ്ക്കുമ്പോഴത്തേക്കും മാക്സിമം പോയിന്റ്സ് കവർ ചെയ്യണം. അപ്പം മാക്സിമം പോയിന്റ്സ് ഈ ഫിഗറിൽ കവർ ചെയ്യുന്ന പോയിന്റ്സ് ആണ് 1 2 3 4. അപ്പം അപ്പർ ന്യൂമറേറ്റർ എന്ത് വരും? 4 വരും. അതുപോലെ ഡിനോമിനേറ്റർ വരയ്ക്കുമ്പോഴും മാക്സിമം പോയിന്റ്സ് കവർ ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് വരച്ചാലും ഇവിടെ വരച്ചാലും എല്ലാം രണ്ടടിക്കേ പാസ് ചെയ്യും. എന്നാൽ ഈ സെൻറ്ററിൽ കൂടെ വരച്ചാലോ ഒരു പോയിന്റിൽ കൂടെ പാസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഒരു പോയിന്റ് ആണോ അതിൽ കൂടുതലുള്ള പോയിന്റ്സ് ആണോ ഉള്ളത് നോക്കുക. അപ്പം വെർട്ടിക്കൽ ലൈൻസ് അതനുസരിച്ച് വരയ്ക്കുക. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്ക് 2 പോയിന്റ്സ് ഉണ്ട് അല്ലേ? വേറെ എവിടെ വരച്ചാലും 2 പോയിന്റ്സേ കിട്ടത്തുള്ളൂ അല്ലേ? അപ്പോൾ ആ ഒരു പോയിന്റ് നമുക്ക് ചൂസ് ചെയ്യാം. സോ ഹിയർ number of vertical tangencies is 2. So 4 by 2 is 2. The ratio of frequencies in y plate by ratio of frequency in y to x plate is 2. അല്ലേ? fy by fx എന്നുള്ള fy കൊടുത്തെന്ന് y പ്ലേറ്റിൽ കൊടുത്തിരിക്കുന്ന സിഗ്നലിൻ്റെ ഫ്രീക്വൻസി ബൈ എക്സ് പ്ലേറ്റിൽ കൊടുത്തിരിക്കുന്ന സിഗ്നലിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 2 കിട്ടും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ CRO ആയിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ റിമൈനിങ് പോർഷൻസ് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.